ഹായ്, വെൽക്കം ടു സ്റ്റഡി ത്രില്ലർ. 6ാം ക്ലാസ്സുകാർക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മാത്സിലെ 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വോളിയം അഥവാ വ്യാപ്തം. ആ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഈ രണ്ട് സാധനങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ രണ്ട് 3D ഷേപ്പുകൾ, ക്യൂബ്, ക്യൂബോയിഡ്. ഇത് രണ്ട് നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും. ക്യൂബ് എന്ന് പറയുന്നത് നമ്മുടെ സ്ക്വയറിൻ്റെ 3D ഷേപ്പാണ്. അതുപോലെ ക്യൂബോയിഡ് എന്ന് പറയുന്നത് റെക്റ്റാങ്കിളിൻ്റെ 3D ഷേപ്പാണ്. അപ്പോൾ ഈ രണ്ട് സാധനങ്ങളുടെ വോളിയവുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യം എന്താണ് വോളിയം എന്ന് പഠിക്കാം. വോളിയം എന്ന് പറഞ്ഞാൽ, അതായത് വ്യാപ്തം എന്ന് പറഞ്ഞാൽ, അതിന് മൊത്തത്തിൽ ആവശ്യമായിട്ടുള്ള സ്ഥലം. ആ ഒരു വസ്തുവിന് ഒരിടത്ത് ഇരിക്കണമെങ്കിൽ അതിന് ടോട്ടൽ എത്രത്തോളം സ്ഥലമാണോ ആവശ്യം, അതിനെ പറയുന്ന പേരാണ് വ്യാപ്തം അല്ലെങ്കിൽ വോളിയം. സോ ക്യൂബോയിഡിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നോക്കാം. ആദ്യം അതിൻ്റെ ലെങ്ത്, പിന്നെ അതിൻ്റെ ബ്രെഡ്ത്ത്, പിന്നെ ഹൈറ്റ്, അതായത് നീളം, വീതി, ഉയരം. ഈ മൂന്ന് സാധനങ്ങൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ക്യൂബോയിഡിൻ്റെ വോളിയം കിട്ടും. ക്യൂബിലോട്ട് വരുമ്പോൾ എന്താ പ്രത്യേകത? വശങ്ങളെല്ലാം തുല്യമാണ്. അപ്പോൾ നീളം, വീതി, ഉയരം എന്നിങ്ങനെ ഡിഫറൻ്റ് ആയിട്ട് പറയേണ്ട കാര്യമില്ല. എല്ലാം സെയിം ആണ്. എല്ലാം സൈഡെന്ന് തന്നെ പറഞ്ഞാൽ മതി. അപ്പോൾ നീളം, വീതി, ഉയരം എന്നുള്ളതിന് പകരം സൈഡ്, അതായത് സൈഡ് ഇൻറ്റു സൈഡ്. സൈഡ് എത്ര ആണോ അതിനെ 3 തവണ ഇങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. വശങ്ങളെല്ലാം തുല്യമായിരിക്കും. അതുകൊണ്ട് തന്നെ വശത്തെ 3 തവണ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ക്യൂബിൻ്റെ വോളിയം കിട്ടും. ഓക്കെ, അപ്പോൾ ക്യൂബോയിഡിൻ്റെ വോളിയത്തിൻ്റെ ഇക്വേഷൻ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ക്യൂബിൻ്റെ വോളിയത്തിൻ്റെ ഇക്വേഷൻ സൈഡ് ഇൻറ്റു സൈഡ്. ഓക്കെ, സിമ്പിളാണ്. ഇപ്പോൾ നോക്കി 37ാമത്തെ പടത്തിൽ നമുക്ക് കുറച്ച് സമചതുര കട്ടകൾ തന്നിട്ടുണ്ട്. ആ സമചതുര കട്ടകളിൽ ഫസ്റ്റ് കൊടുത്തേക്കുന്നതുണ്ടോ, അതെല്ലാം 1 സെൻറ്റിമീറ്റർ നീളമുള്ള ബ്ലോക്കുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കട്ടകളാണ്. ഫസ്റ്റ് ക്യൂബിൻ്റെ സൈഡുകൾ എത്രയാണ്? 4 അല്ലേ? അത് ക്യൂബല്ലേ? ഈക്വൽ അല്ലേ? സൈഡെല്ലാം ഈക്വൽ അല്ലേ? അതായത് ഫുള്ള് 4, നീളവും 4, വീതിയും 4, ഉയരവും 4. അപ്പോൾ അതിൻ്റെ വോളിയം എത്ര ആയിരിക്കും? 4 × 4 × 4, അതായത് 64 എന്ന് കിട്ടും. 64 സെൻറ്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ ക്യൂബിക് സെൻറ്റിമീറ്റർ. ക്യൂബ് പറയുമ്പോൾ എപ്പോഴും സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറയുക, അല്ലെങ്കിൽ ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് പറയുക. അതായത് 3 തവണ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനാണ് ക്യൂബ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ 4 സെൻറ്റിമീറ്റർ × 4 സെൻറ്റിമീറ്റർ × 4 സെൻറ്റിമീറ്റർ, അതിലെ 4 × 4 × 4 ആണ് 64. സെൻറ്റിമീറ്റർ × സെൻറ്റിമീറ്റർ × സെൻറ്റിമീറ്റർ, അതാണ് ക്യൂബിക് സെൻറ്റിമീറ്റർ. അതായത് ഏരിയ പറയുമ്പോൾ സ്ക്വയർ സെൻറ്റിമീറ്റർ പറയത്തില്ലേ, അതുപോലെ ഏരിയ പറയുമ്പോൾ സ്ക്വയർ സെൻറ്റിമീറ്റർ പറയുന്നത് പോലെ ക്യൂബ് പറയുമ്പോൾ ക്യൂബിക് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറയാം. ഓക്കെ, ഇനി രണ്ടാമത്തെ പടം നോക്കിയേ. അതിലെ ലെങ്ത് എത്രയാണ്? 2 ആണ്. 2 ക്യൂബ്സ് അല്ലേ, 2 ബ്ലോക്കുകളല്ലേ ചേർത്ത് വെച്ചിരിക്കുന്നത് ലെങ്തായിട്ട്. ബ്രെഡ്ത്തായിട്ട് 2 എണ്ണമാണ്, പക്ഷേ ഹൈറ്റ് 3 ആണ്. അപ്പോൾ 2 × 2 × 3, ആൻസർ 12 സെൻറ്റിമീറ്റർ ക്യൂബ്. മൂന്നാമത്തെ പടം നോക്കിയേ. ലെങ്ത് 4, ബ്രെഡ്ത്ത് 3 ആണ്, ഹൈറ്റ് 3 ആണ്. 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 4 × 3 × 3, 36. നാലാമത്തെ പടം നോക്കിയേ. ലെങ്ത് 7, ബ്രെഡ്ത്ത് 2, ഹൈറ്റ് 3. അത് 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 42 എന്ന് കിട്ടും. അഞ്ചാമത്തത് 3 × 2 × 2, 12 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ, അത്രയേ ഉള്ളൂ. അതായത് നീളവും വീതിയും ഉയരവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ക്യൂബോയിഡിൻ്റെ വ്യാപ്തം കിട്ടും. അതുപോലെ സൈഡ് എത്രയാണോ അതിന് 3 തവണ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ക്യൂബിൻ്റെ വ്യാപ്തം കിട്ടും. ക്യൂബോയിഡ് ചതുരക്കട്ട, ക്യൂബ് സമചതുരക്കട്ട. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി 40ാമത്തെ പേജിൽ കുറച്ച് ക്യൂബുകളും ക്യൂബോയിഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. കുറച്ച് പടങ്ങൾ കൊടുത്തേക്കുന്നുണ്ടോ? അതിൻ്റെ വോളിയം നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഫസ്റ്റത്തിൻ്റെ ലെങ്ത് 7 ആണ്, ബ്രെഡ്ത്ത് 4 ആണ്, ഹൈറ്റ് 1 ആണ്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും? 7 × 4 × 1, 28 എന്ന് കിട്ടും. രണ്ടാമത്തേത് ലെങ്ത് 6, ബ്രെഡ്ത്ത് 3, ഹൈറ്റ് 3. 6 × 3 × 3, 54 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് അതിൻ്റെ വോളിയം കിട്ടും. അടുത്ത മൂന്നാമത്തേത് 5, 5, 5. അത് ക്യൂബാണ്. എല്ലാം സെയിം ആണ്, ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും ഒക്കെ സെയിം ആണ്. അപ്പോൾ 5 × 5 × 5, അതായത് 125, 125 സെൻറ്റിമീറ്റർ ക്യൂബ്. അതാണ് അതിൻ്റെ വോളിയം. ലാസ്റ്റ് പടം നോക്കിയാൽ ലെങ്ത് 5, ബ്രെഡ്ത്ത് 4, ഹൈറ്റ് 5. 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 100 എന്ന് കിട്ടും. 100 സെൻറ്റിമീറ്റർ ക്യൂബാണ് ലാസ്റ്റ് പിക്ചറിൻ്റെ വോളിയം. ഇത് വളരെ സിമ്പിൾ ആയതുകൊണ്ടാണ് വേഗത്തിൽ പറയുന്നത്. 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, ആൻസർ എഴുതുക, അത്രയേ ഉള്ളൂ. അല്ലാതെ വലിയ സംഭവങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് തുടങ്ങാം. 40ാമത്തെ പേജിൽ 1ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. താഴെ കൊടുത്തിരിക്കുന്ന 1ാമത്തെ ക്വസ്റ്റ്യൻ. ദ ലെങ്ത്, വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് എ ക്യൂബിക് ബ്രിക്ക് ആർ 21 സെൻറ്റിമീറ്റർ, 15 സെൻറ്റിമീറ്റർ ആൻഡ് 7 സെൻറ്റിമീറ്റർ. വാട്ട് ഈസ് ഇറ്റ്സ് വോളിയം? ലെങ്ത്, വിഡ്ത്ത്, ഹൈറ്റ്. ലെങ്തും വിഡ്ത്തും ഹൈറ്റും. ഒരു ബ്രിക്കിൻ്റെ, ഒരു ചതുരക്കട്ടയുടെ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും, നീളവും വീതിയും ഉയരവും എത്ര വീതമാണ്? 21 സെൻറ്റിമീറ്റർ, 15 സെൻറ്റിമീറ്റർ, 7 സെൻറ്റിമീറ്റർ എന്നിങ്ങനെയാണ്. അതായത് ബ്രിക്കിൻ്റെ ലെങ്ത് 21 സെൻറ്റിമീറ്റർ, വിഡ്ത്ത് 15 സെൻറ്റിമീറ്റർ, ഹൈറ്റ് 7 സെൻറ്റിമീറ്റർ, നീളം 21, വീതി 15, ഉയരം 7. അതിൻ്റെ വോളിയം എത്ര, അതിൻ്റെ വ്യാപ്തം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ ചെയ്യും? ലെങ്ത് ഉണ്ട്, വിഡ്ത്ത് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. അതായത്
21 × 15 × 7 മൂന്നും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2205 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അതാണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ, 2205. അതായത് 21 15 മൾട്ടിപ്ലൈ ചെയ്യുക, കിട്ടുന്ന ആൻസറിന് 7 കൊണ്ട് വീണ്ടും ഒന്നുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ആ 3 നമ്പരും ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റോടെ മൾട്ടിപ്ലൈ ചെയ്യുക. അത്രയേ ഉള്ളൂ, സിമ്പിൾ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ആൻ അയൺ ക്യൂബ്, ഒരു ഇരുമ്പ് ക്യൂബാണ്, ഇരുമ്പ് സമചതുര കട്ടയാണ്. അതിൻ്റെ സൈഡ് 8 സെൻറ്റിമീറ്ററാണ്. ക്യൂബാണ്, സൈഡ് 8 സെൻറ്റിമീറ്റർ. അതായത് ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും ഒന്നുമില്ല, എല്ലാം സെയിം ആണ്, 8 സെൻറ്റിമീറ്ററാണ്. വാട്ട് ഈസ് ഇറ്റ്സ് വോളിയം? അതിൻ്റെ വോളിയം കണ്ടുപിടിക്കുക. 1 ക്യൂബിക് സെൻറ്റിമീറ്റർ ഓഫ് അയൺ വെയ്റ്റ്സ് 8 grams. ഒരു ക്യൂബിക് സെൻറ്റിമീറ്റർ ഇരുമ്പിൻ്റെ വെയിറ്റ് 8 ഗ്രാമാണ്. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ദ ക്യൂബ്? ഈ ക്യൂബിൻ്റെ വെയിറ്റ് എത്ര? അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ക്യൂബിൻ്റെ വോളിയം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് അത് ചെയ്യാം. അയൺ ക്യൂബിൻ്റെ സൈഡ് എത്ര എന്നാണ് പറഞ്ഞേ? 8 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ ആദ്യം എഴുതുക സൈഡ് ഈക്വൽ 8 സെൻറ്റിമീറ്റർ. എന്നിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വോളിയം കണ്ടുപിടിക്കണം. വോളിയം കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ്? ക്യൂബാണ്, അപ്പോൾ സൈഡ് ഇൻറ്റു സൈഡ് ഇൻറ്റു സൈഡ്, 8 × 8 × 8, അതായത് 512 എന്ന് കിട്ടും. 512 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. എന്താണ് സമചതുര കട്ടയുടെ വ്യാപ്തം? ഇനി നോക്കിയേ, 1 ക്യൂബിക് സെൻറ്റിമീറ്റർ ഓഫ് അയൺ വെയ്റ്റ്സ് 8 gram. ഒരു ക്യൂബിക് സെൻറ്റിമീറ്റർ അയണിൻ്റെ വെയിറ്റ് 8 ഗ്രാമാണ്. നമുക്കിവിടെ മൊത്തം എത്ര ക്യൂബിക് സെൻറ്റിമീറ്റർ അയണുണ്ട്? 512 അല്ലേ? അപ്പോൾ ടോട്ടൽ വെയിറ്റ് എത്ര ആയിരിക്കും? ഒരു ക്യൂബിക് സെൻറ്റിമീറ്ററിൻ്റെ വെയിറ്റായ 8 ഗ്രാമിനെ 512 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ടോട്ടൽ വെയിറ്റ് കിട്ടത്തില്ലേ? കാരണം നമ്മുടെ സമചതുര കട്ടയിൽ ഒരു ക്യൂബിക് സെൻറ്റിമീറ്ററിൻ്റെ വെയിറ്റ് 8 ഗ്രാമാണ്. നമ്മുടെ കയ്യിലുള്ള സമചതുര കട്ടയുടെ വ്യാപ്തം എത്രയാണ്? ഒരു ക്യൂബിക് സെൻറ്റിമീറ്റർ ആണോ? അല്ലല്ലോ, 512 അല്ലേ? ഒന്നിൻ്റെ വെയിറ്റ് 8 ആണെങ്കിൽ 512ൻ്റെ വെയിറ്റ് എത്ര ആയിരിക്കും? 512 × 8 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ 512 × 8 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? 4096, 4096 എന്ന് കിട്ടും. 4096 ഗ്രാമാണ് ആ ക്യൂബിൻ്റെ വെയിറ്റ്. ഇനി ഒരു ടേബിൾ തന്നിട്ടുണ്ട്, ആ ടേബിൾ നമുക്ക് ഫില്ല് ചെയ്യണം. ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, വോളിയം, ഈ 4 സാധനങ്ങളാണ് അതിനകത്തുള്ളത്. ചിലതിനകത്ത് വോളിയം കണ്ടുപിടിക്കണം, ചിലതിനകത്ത് ലെങ്ത് കണ്ടുപിടിക്കണം, ചിലതിൽ ബ്രെഡ്ത്ത് കണ്ടുപിടിക്കുക, ചിലതിൽ ഹൈറ്റ് കണ്ടുപിടിക്കുക. വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. നീളവും വീതിയും ഉയരവും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ വ്യാപ്തം കിട്ടും, അത് നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 2 നമുക്ക് ചെയ്യാൻ പറ്റും. 3 × 8 × 7, അതായത് 168 ക്യൂബിക് സെൻറ്റിമീറ്റർ. രണ്ടാമത്തേത് 6 × 4 × 5, 120 ക്യൂബിക് സെൻറ്റിമീറ്റർ. ഒന്നാമത്തെയും രണ്ടാമത്തെയും ചെയ്തു. ഇനി നോക്കിയാൽ മൂന്നാമത്തേൽ കണ്ടുപിടിക്കേണ്ടത് ഹൈറ്റ് ആണ്. ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചോ? ഇല്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് വോളിയം കിട്ടുന്നത്. അങ്ങനെ കിട്ടുന്ന വോളിയം നമുക്ക് തന്നിട്ടുണ്ട്, പക്ഷേ ഹൈറ്റ് തന്നിട്ടില്ലാത്ത. അപ്പോൾ ചെയ്യേണ്ടത് നോക്കുക, ലെങ്തും ബ്രെഡ്ത്തും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക, ആ ആൻസർ കൊണ്ട് വോളിയത്തിന് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അതായത് ഹൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ വോളിയം ബൈ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, വോളിയത്തിന് ആദ്യം ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, കിട്ടുന്ന ആൻസറിനെ പിന്നീട് ബ്രെഡ്ത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ആയാലും മതി. ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഹൈറ്റ് 2 എന്ന് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, അവിടെ കണ്ടുപിടിക്കേണ്ടത് ബ്രെഡ്ത്താണ്. അവിടെയും ഇതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ളത് എന്തൊക്കെയാണ്? ലെങ്ത് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്, വോളിയം ഉണ്ട്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് വോളിയത്തിനെ എന്ത് ചെയ്യണം? ലെങ്തും ഹൈറ്റും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്ന കിട്ടുന്ന ആൻസർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 3 എന്ന് കിട്ടും. അടുത്ത ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? വോളിയം ബൈ ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, 48/2 × 2, അതായത് 12. അടുത്ത് നോക്കിയേ, വോളിയം ഉണ്ട്, ബ്രെഡ്ത്ത് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്, ലെങ്ത് കണ്ടുപിടിക്കുക. അപ്പോൾ 80/4 × 2, 10 എന്ന് കിട്ടും. അടുത്തതിലും വോളിയം ഉണ്ട്, കണ്ടുപിടിക്കേണ്ടത് ബ്രെഡ്ത്താണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? 14 × 5 മൾട്ടിപ്ലൈ ചെയ്ത് നിൽക്കുന്ന ആൻസർ 210 ഡിവൈഡ് ചെയ്യുക. 210/14 × 5, ആൻസർ 2 എന്ന് കിട്ടും. അതായത് വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ വോളിയം ബൈ ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ബ്രെഡ്ത്താണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ വോളിയം ബൈ ലെങ്ത് ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ വോളിയം ബൈ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അതായത് ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റത്തിൽ ഏതാണോ നമ്മുടെ കയ്യിൽ ഇല്ലാത്തത്, ഏതാണോ കണ്ടുപിടിക്കേണ്ടത്, അത് പുറത്ത് എഴുതുക. മറ്റേ രണ്ടോട് മൾട്ടിപ്ലൈ ചെയ്ത് താഴെ എഴുതുക, വോളിയം മണ്ടയിൽ എഴുതുക. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ഇനി നമുക്ക് 42ാമത്തെ പേജിലെ ഇയും എച്ചും ടിയും ചെയ്യാനുണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ.